അപ്പോൾ വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. ഇന്നലെ മുംബൈ LSG മാച്ചായിരുന്നു. അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത LSG 203 റൺസ് എടുത്തു, 8 വിക്കറ്റിന്. അത് മുംബൈ ചേസ് ചെയ്ത് 5 വിക്കറ്റിന് 191 റൺസ് എടുത്തുള്ളൂ. അപ്പൊ എന്താണ്, മുംബൈ വീണ്ടും പരാജയത്തിലേക്ക് പോയി. ഒരു നല്ല ത്രില്ലിംഗ് മാച്ചായിരുന്നു എന്തായാലും അല്ലേ? സംഭവ ബഹുലമായ മാച്ചായിരുന്നു. കാരണം നമുക്കറിയാം മുംബൈയുടെ ഒരു ബോളിംഗ് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ബോളിംഗ് തന്നെയായിരുന്നു. പക്ഷെ LSGയുടെ ബാറ്റിങ്ങും മുംബൈയുടെ ബോളിംഗ് വൈസ് LSGയുടെ ബാറ്റിംഗ് ആയിരുന്നു നല്ല ഫസ്റ്റ്. കാരണം ഇപ്പോൾ മുംബൈ ബോളേഴ്സിന്റെ ബലത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മത്സരം ജയിച്ചത്. അപ്പോൾ അശ്വിനി കുമാർ, വിഘ്നേഷ് പുത്തൂർ, അപ്പോൾ ഇവർ രണ്ടുപേരും ന്യൂ കമ്മേഴ്സ്, ഇവർ രണ്ടുപേരും നല്ല സ്ക്വാഡിലുണ്ടായിരുന്നു. എല്ലാവരും അതേ പന്തറിഞ്ഞു. പക്ഷെ LSGയുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത്, അവർ 204 എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റി. അതിൽ തന്നെ നമ്മൾ എടുത്തു തരേണ്ട ഋഷഭ് പന്ത്. അദ്ദേഹം 4 മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് 27 കോടി കൊടുത്ത് മേടിച്ചാണ്. അദ്ദേഹം 27 റൺസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ അദ്ദേഹത്തിന് നല്ല രീതിക്ക് ഉണ്ടാവും ഇനിയുള്ള മത്സരങ്ങളിൽ. കാരണം ഇന്നലെയും 6 ബോളിൽ നിന്ന് 1-2 റൺസ് എങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഋഷഭ് പന്തിന്റെ ഒരു ഫോമില്ലായ്മയിലും അവർ ഇത്രയും റൺസ് അടിച്ചു കിട്ടും. കാരണം ഇപ്പൊ മിച്ചൽ മാർഷ്, അതുപോലെ മാർക്കം, ഇവരെല്ലാ അവസരത്തിലും ഉയർന്നു. ഇന്നലെ പൂരനും അധികം റൺസ് അടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാവരും അവസരത്തിലും ഉയർന്നുകൊണ്ട് നല്ലൊരു ടാർഗറ്റ് എത്തിക്കാൻ പറ്റി ഇന്നലത്തെ മുംബൈക്കെതിരെ. കൊൽക്കത്ത മാച്ച് പോലെ. അതെ, മുംബൈക്ക് തന്നെ നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റി. ഈവൻ ഇത്രയും നല്ല ടാർഗറ്റ് കൊടുത്താൽ പോലും LSGയുടെ ബോളിംഗ് അത്യാവശ്യം വീക്കാണ്, നമുക്കറിയാം. പക്ഷെ ഇന്നലെ നമ്മൾ എടുത്തു പറയേണ്ട പേര് ദിഗ്വേഷ് സിംഗ് രതി എന്ന് പറയുന്ന അവരുടെ ഒരു ആദ്യമായിട്ട് IPL കളിക്കുന്ന ആ ഒരു പ്ലെയർ. ഗംഭീര ബോളിംഗ്, അന്യായ ലെവല്. കാരണം 4 ഓവറിന് വെറും 21 റൺസ് മാത്രമാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. അതും ബാക്കി എല്ലാ പ്ലേയേഴ്സും, ബാക്കി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷർദൂർ ഠാക്കൂർ, അല്ലെങ്കിൽ ബിഷ്ണോയ്, അല്ലെങ്കിൽ ആവേശ് ഖാൻ, ഇവരൊക്കെ 10ന് മുകളിൽ റൺസ് കൊടുക്കുമ്പോൾ ഇദ്ദേഹം വെറും 5ആണ് പെർ ഓവർ റൺസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് മുംബൈ കളി നോക്കാനുള്ള പ്രധാന കാരണം. ദിഗ്വേഷ് സിംഗ് രതിയെ കളിക്കാൻ പറ്റിയില്ല മുംബൈ പ്ലേയേഴ്സിന് ആർക്കും. അപ്പോൾ വെറും 4 ഓവറിന് 21 റൺസ് മാത്രം കൊടുത്ത്, അതുപോലെ ഏറ്റവും നല്ല രീതിക്ക് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന നവംതിറിന്റെ വിക്കറ്റ് അദ്ദേഹം എടുക്കുകയാണ്. ആ ഒരു സെലിബ്രേഷനൊക്കെ അല്പം വൈറലായി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹത്തിന് പിഴയും ഫൈനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഇപ്പോഴും അത് കഴിഞ്ഞ വട്ടമുണ്ട്, ഇപ്രാവശ്യം വീണ്ടും അത് ചെയ്തു, റിപ്പീറ്റ് ചെയ്തില്ലേ, ഈ മാച്ചിൽ റിപ്പീറ്റ് ചെയ്തു. ദിഗ്വേഷ് സിംഗ് രതി മനോഹരമായിട്ട് വന്നറിയാണ്. കാരണം തുടക്കം തന്നെ വിൽ ജാക്സിന്റെ വിക്കറ്റും അതുപോലെ തന്നെ റിക്കൾട്ടന്റെ വിക്കറ്റും നഷ്ടമായതിനു ശേഷം പിന്നീട് നവംതിർ കത്തി കയറുമായിരുന്നു. സൂര്യകുമാർ യാദവ് ഒരു അറ്റത്തുനിന്ന് ആങ്കർ ചെയ്യുന്നൊരു റോളായിരുന്നു. നവംതിർ ഒരു സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ടാർഗറ്റ് ഈസിലി മുംബൈ ചേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ദിഗ്വേഷ് സിംഗ് വരുന്നതും അവിടെ നവംതിറിന് വിക്കറ്റ് എടുക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ 2 ഓവറുകളിൽ നിന്ന് അധികം റൺസ് വരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും മുംബൈക്ക് പ്രഷറാണ്, ദിഗ്വേഷിന് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ എല്ലാം കൊണ്ടും സംഭവം പോലെയായിരുന്നു. ഫസ്റ്റ് ടോസിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്ക്വാഡിലില്ല എന്നുള്ളൊരു വാർത്ത. അത് ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്കാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ പരിക്കാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പകരം അവര് ഒരു പുതിയ പ്ലെയറാണ് കൊടുത്തേക്കുന്നത്, ബാവ എന്ന് പറഞ്ഞ പുതിയ പ്ലെയർ. അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ബോൾ ചെയ്യുന്ന കണ്ടില്ല, ബാറ്റ് ചെയ്യുന്ന കണ്ടില്ല. അപ്പോൾ എന്താണ് ആ ഒരു റീപ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ തിലക് വർമ്മ ഇന്നലെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു വേസ്റ്റ് മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഒട്ടും തന്നെ അദ്ദേഹത്തിന് ബോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സൂര്യകുമാർ യാദവ് അപ്പുറത്തുനിന്ന് മാക്സിമം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇപ്പുറത്തുനിന്ന് കാര്യമായി റണ്ണ് വരുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തിലക് വർമ്മ എന്ന് പറഞ്ഞ പ്ലെയറെ IPL-ലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്, അത്രത്തോളം അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ ആ പ്ലെയറുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു ഹിറ്റിനുള്ള ശ്രമം വരുന്നില്ല, അല്ലെങ്കിൽ ബോളൊന്നും കണക്റ്റ് ആവുന്നില്ല. അവസാനം റിട്ടയർഡ് ഔട്ട് എന്ന് പറയുന്നൊരു നാണം കെട്ട പതിനെട്ടാമത്തെ പുറത്താവല്. ഔട്ട്. അത് പുള്ളി എടുത്തായിരുന്നു, അത് കൺഫേം വന്ന പുള്ളി അല്ല, എടുത്താണ് അത് ടീം. ഹർദിക് പാണ്ഡ്യ പറഞ്ഞത് തിലക് വർമ്മയ്ക്ക് ബോൾ കണക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം റിട്ടയർഡ് ഔട്ട് ആയെന്നാണ്. അതിപ്പോ ഒരാളെടുത്തു എന്നുള്ളൊരു കാര്യമല്ല, അവിടെ എല്ലാവരും കമ്പൈനായിട്ട് എടുത്തൊരു തീരുമാനം തന്നെയാവും. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് പകരം വന്ന സാരനർക്ക് ബാറ്റിംഗ് കൊടുക്കുന്നില്ല. അതായത് ഹർദിക് പാണ്ഡ്യ ഒരു സിംഗിൾ ഡിൻ ചെയ്യുന്ന ഒരു കാര്യം കണ്ടു. പിന്നെ പകരം എന്തിനാണ് സാരനറെ കൊണ്ടുവന്നത്? ആ തിലക് വർമ്മ തന്നെ അപ്പുറത്തുനിന്ന് ജസ്റ്റ് റൺ ഓടാനാണ് ഈ തിലക് വർമ്മ അത് പോരെ. മറ്റേ അംബാനി മോൻ പുള്ളിയുടെ കുറെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് തിലക് വർമ്മ റിട്ടയർഡ് ഔട്ട് ആയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് വരുന്ന ആള് ആ ഒരു സ്ഥാനത്ത് നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെയാണ് കൊണ്ടുവരുന്നത്. ശരി, ഇവർ സാരനെ കൊണ്ടുവരുന്നു.
എന്നിട്ട് സാൻഡറിന് സ്ട്രൈക്ക് ഡിനേ ചെയ്യുമ്പോൾ പിന്നെ ആ റിട്ടയർഡ് ഔട്ടായി പോയതിന് അർത്ഥമില്ലാത്തൊരു കാര്യമായിട്ടുണ്ട്. അല്ല അതൊരു ബെറ്റർ കൂടുതൽ ഹർദിക് പാണ്ഡ്യ തന്നെ കാരണമായിരിക്കും പുള്ളിനെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് സംഭവപകരം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരം. ഒരു പക്ഷേ ഒരു നല്ലൊരു ചേസ് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ 1-2 അല്ലെങ്കിൽ 3-4 റൺസ് ഷോട്ടിന് മുമ്പേ വീഴും എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നല്ലൊരു ചേസാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഇന്നലെ ഒരു മോശം മത്സരമായിരുന്നു മുംബൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും. ഇപ്പൊ രോഹിത് ശർമ്മ ഇല്ല, പകരം ഇറങ്ങുന്ന പ്ലെയർ ആണെങ്കിൽ ബാറ്റ് ചെയ്തിട്ടില്ല, ബോൾ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ വിൽ ജാക്സിനെ കൊണ്ടുവന്നു, വിൽ ജാക്സ് നന്നായി കളിച്ചില്ല. തിലക് വർമ്മ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു മോശം മത്സരം. അതുപോലെ ഹർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ നല്ല പിഴയ്ക്കുന്ന കാഴ്ച. എനിവേ ബോളിങ്ങിൽ അദ്ദേഹം ഒരു പുതിയ റെക്കോർഡാണ്, ആദ്യമായിട്ട് 5 വിക്കറ്റ് നേട്ടത്തിൽ അദ്ദേഹം എത്തി. എന്നാൽ പോലും ബാറ്റിങ്ങിൽ അദ്ദേഹം ട്രൈ ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ ബോൾ വേസ്റ്റ് ആകുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനങ്ങളൊന്നും കറക്റ്റ് വർക്കൗട്ട് ആയില്ല എന്ന് വേണം അല്ല കരുതാൻ. ചെറുതായിട്ടൊരു ഇത് എന്താ പറയാ മിസ്കാൽക്കുലേറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ, അല്ലാതെ വലിയൊരു ഇതുണ്ടായില്ല. കാരണം ഇത്രയായാലും അവർ ഏകദേശം അടുത്തെത്തി. എനിക്ക് തോന്നുന്നു 15ാമത്തെ ഓവർ ആ ടൈമിൽ സൂര്യകുമാർ അത് ഒന്നുകൂടി മുമ്പ് അടിക്കാൻ തുടങ്ങായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് സിമ്പിളായിട്ട് കളി കഴിഞ്ഞേനെ, ജയിച്ചേനെ. അല്ല എനിക്ക് തോന്നുന്നു അവർക്ക് ബാക്കിലോട്ട് അധികം പ്ലേയേഴ്സ് ഇല്ല. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സൂര്യകുമാർ യാദവ് ഔട്ട് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഔട്ട് ആവുന്ന ഒരു കണ്ടീഷനിൽ പിന്നീട് ഹർദിക് പാണ്ഡ്യ വരും. അത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ബാറ്റർ വരാനില്ല അവർക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട്, ആ സ്ക്വാഡിന് ഒരു പ്രശ്നമായിട്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടിം ഡേവിഡ് എന്ന് പറയുന്ന ഒരു പ്ലെയർ വരാനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വലിയൊരു പേരുകെട്ട ഫിനിഷർ അല്ലെങ്കിൽ പോലും ഒരു പ്ലെയർ വരാനുണ്ടായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പൊ ഇത്തവണ അങ്ങനെ ഇല്ല. ഇത്തവണ സാൻഡർ അത് കഴിഞ്ഞ് ദീപക് ചഹറാണ്. അപ്പൊ അവരൊക്കെ ബോളേഴ്സ് ആണ്. അപ്പൊ അടിച്ചാലായി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രഷർ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇന്നലെ ആ സൂര്യകുമാർ യാദവ് ഇന്നിങ്സ് ഒക്കെ കുറച്ച് സ്ലോ ഡൗൺ ആവാനായിട്ട് കാരണം ഉണ്ടാവും. തിലക് വർമ്മയും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് കുറച്ചുകൂടി പ്രഷർ സൂര്യകുമാർ യാദവിന് വന്നു. ഒരു അനാവശ്യ അടിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശരിയായിരുന്നു. പിന്നെ ഇന്നലെ എടുത്തു പറയേണ്ടത് LSG ബോളേഴ്സിന്റെ തന്നെയാണ്. അതിപ്പോ ഷർദൂർ ആയാലും ആവേശ് ഖാൻ ആയാലും 10 മുകളിൽ റൺസ് പെർ ഓവറിൽ എക്കണോമി ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാനത്തെ 2 ഓവറുകൾ, അത് അവസാനത്തെ 2 ഓവറിൽ ഏകദേശം 29 റൺസ് ജയിക്കാൻ വേണ്ട സാഹചര്യം. ഹർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ക്രീസിൽ നിൽക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കാം. പക്ഷെ ഷർദൂർ ടാക്കൂർ ഞാൻ 19ാമത്തെ ഓവർ, അത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓവറായിരുന്നു. കറക്റ്റ് ലെങ്ത്, അതായത് ഫീൽഡ് പ്ലേസ്മെന്റ് എവിടെയാണോ ആ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് നോക്കി കറക്റ്റ് ലെങ്ത്തിൽ ലൈനിൽ എറിഞ്ഞ, ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഭയങ്കര ലോ ഫുൾ ടോസ് എറിഞ്ഞ് കറക്റ്റ് 7 റൺസാണ് ഓവർന്ന് പോയത്. അത്രയും ബെറ്റർ ആയിട്ട്, അതിനും ബെറ്റർ ആയിട്ട് ഓവർ ചെയ്യാനില്ല. അപ്പൊ അവിടെ തന്നെ മുമ്പേ കളി തോറ്റു കഴിഞ്ഞു. ഒരു പക്ഷെ ഹർദിക് പാണ്ഡ്യ ഇപ്പൊ തിലക് വർമ്മയുടെ റിട്ടയർഡ് ഔട്ടൊക്കെ ആ ഒരു ഓവർ അത്രയും മികച്ചതായതുകൊണ്ട് അവർ അത്രയും ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തായിരിക്കണം. എന്തായാലും മുംബൈ ഫാൻസിന്റെ ഭയങ്കര നിരാശ കേട്ടോ. ആദ്യത്തെ 2 മത്സരം തോറ്റതുപോലെയല്ല, ഈ മത്സരത്തിലെ തോൽവി ഭയങ്കര ഡിസപ്പോയിന്റ് ആക്കിയിട്ടുണ്ട് മുംബൈ ഫാൻസിനെ. പക്ഷെ മുംബൈക്ക് തിരിച്ചു വന്നേ പറ്റി ശക്തമായിട്ട്. അപ്പോൾ കഴിഞ്ഞ മത്സരം KKRനെതിരെ ഭയങ്കര ആധികാരികമായിട്ട് വിജയിച്ച ടീമാണ്. അപ്പോൾ ലക്നൌവിന്റെ ഈ ഒരു വീക്ക് ബോളിംഗ് സൈഡിനെ പോലും ഇവർക്ക് ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു ഇതാണ്, പ്രശ്നമാണ്. എന്തായാലും ഇനിയിപ്പോൾ രോഹിത് ശർമ്മയൊക്കെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരും. അപ്പോൾ രോഹിത് ശർമ്മയ്ക്കും തിരിച്ചു വരേണ്ടതുണ്ട് ബാറ്റിങ്ങിൽ. അദ്ദേഹം ഫോമായിട്ടില്ല. അപ്പോൾ എന്തായാലും മുംബൈ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. തിരിച്ചു വന്നേ പറ്റുള്ളൂ അവർക്ക്. അങ്ങനെ ഇപ്പൊ മുംബൈ തിരിച്ചു വരുമെന്ന് വിചാരിക്കും. ഇന്ന് 2 മാച്ച് ഉണ്ട്, അതിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. ലൈക്ക് ആൻഡ് കമന്റ് ഷെയർ.